ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എത്ര ദിവസമായില്ലേ വീഡിയോ? പക്ഷെ ഇതിന്റെ ഇടയിലൊന്ന് വീഡിയോ ഒക്കെ ഇതിനേക്കാളൊക്കെ മുന്നേ എടുത്ത് വെച്ച വീഡിയോകളാണ് നമ്മൾ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് വിട്ടിരുന്നത്. കുറേ ദിവസമായി വീഡിയോ എടുക്കാൻ പറ്റാനും കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമല്ല. അതിൻ്റെ ഇടയിലേക്ക് വയ്യാണ്ടായി ആസ്റ്ററിലേക്ക് ഒന്ന് വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ വീണ്ടും വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ഒന്ന് ഇതിൽ എന്താ വെച്ചാൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നും പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മരുന്നും ഓൾറെഡി ഈ അലർജിയുടെ ഗുളിയും എങ്ങനെ എല്ലാം ഗുളിയും കൂടി ആയപ്പോൾ ഒരു സഹകരണം ക്ഷീണമായി. പിടി ഗുളിയെന്നൊക്കെ പറഞ്ഞാൽ അത് സത്യമല്ലേ? ഗുളിയൊക്കെ ഇത്രേശുണ്ട്. അങ്ങനെ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഞാൻ ചിന്തിക്കും, ഞാനായിട്ടാണോ ഇങ്ങനെ എണിച്ച് നടക്കണത്? ഞാൻ എന്നെ ചിന്തിക്കും കേട്ടോ. ഞാനൊരു അലർജിയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്ക് അത്ര ക്ഷീണം. അപ്പൊ ഈ പറഞ്ഞ മാതിരി എത്ര വർഷമായിരിക്കുന്നു? 4 വർഷം പറയണ്ടല്ലോ. 3 വർഷമായി. 3.5 വർഷത്തോളായി അലർജിയുടെ ഗുളിക സ്ഥിരം. ഇപ്പൊ എന്തായാലും നമുക്കൊരു നല്ല സമയമാണ് അല്ലേ? അല്ല അങ്ങനെയല്ല പറയാ. ഇപ്പൊ എന്നും എനിക്കിപ്പോ 2-3 ദിവസമായിട്ട് എന്നും ഒരു തലവേദന. നല്ല സമയമാണോ ചോദിച്ചാൽ നമുക്ക് എന്നും നല്ല സമയമാണല്ലോ. അതാണ് പറയണത്. ഇതുപോലെ തന്നെയാണല്ലോ ആ സുദ്രേശല. അപ്പൊ എന്നും ഒരുപോലെയാ. അപ്പൊ അതിന് പ്രത്യേകിച്ച് നമ്മള് ദൈവം നമുക്കായിട്ട് പ്രത്യേകിച്ച് നല്ല കാലം തന്നിട്ടൊന്നുമില്ല. അപ്പൊ അതങ്ങനെ ആഗ്രഹിക്കണ്ട. ഇത് തന്നെയല്ലേ നമ്മുടെ നല്ല കാലം. തീർച്ചയായിട്ടും നമ്മള് സന്തോഷിക്കാണ്ടിരിക്കുന്നതാണ് നല്ല കാലം അല്ലേ? സന്തോഷിച്ചത് കഷ്ടകാലാവും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാം മനസ്സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കും, എല്ലാ പ്രഷറുകളും കഴിഞ്ഞ് ഒരു ദിവസം ഒന്ന് ഉറങ്ങുക, ടെൻഷനുകളൊന്നുമില്ലാണ്ട് മനസ്സമാധാനമായിട്ട് ഒരു രാത്രി ഒന്ന് ഉറങ്ങുക, കുത്തിയ സത്യം ഒരു ടെൻഷനുകളും ഇല്ലാണ്ട് ഒന്ന് കിടന്നുറങ്ങുക ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഒരു ടെൻഷനല്ല, നമുക്ക് ടെൻഷൻ. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ആശുപത്രി പോകാൻ കാരണം ഉണ്ടായത് വേറെ ഒന്നും. ഇടയ്ക്ക് ഒരാഴ്ചയായിട്ട് ബ്രസ്റ്റ് ഭയങ്കര വേദന. അപ്പോൾ നമ്മുടെ അന്ന് ഡോക്ടർ കാണിക്കുമ്പോൾ പറഞ്ഞിട്ട് കയ്യിൻ്റെ മുട്ടോ കാലോ ഉണ്ണിയുള്ള ഒന്നും ഇടിക്കാൻ പാടില്ല, ബ്രസ്റ്റ് ഒന്നും ഇങ്ങനെ ഇടിക്കാൻ പാടില്ല, ഉണ്ണികളില്ല ചാടി മാറുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തിനായി കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണികളെ കഴിക്കാനൊന്നും ദൈവം സഹായിച്ച് കൊണ്ടില്ല. പക്ഷെ എനിക്ക് ആ ടെസ്റ്റിന് എടുത്തിട്ട് ഒരാഴ്ചയൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. 2 ദിവസം അത് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസം 3 ദിവസം ഒരു വേദന ചെറുതായിരിക്കും അവിടെ കൊണ്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞപ്പോൾ അവിടെ വേദനയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇരിക്കും നല്ല വേദന. ഒരാഴ്ചയിൽ 3-4 ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകാണ്ട് ഇങ്ങനെ ചോദിക്കണം. നമുക്ക് ഒരു പ്രാവശ്യം ഹാസ്റ്ററിൽ പോയി വരണമെങ്കിൽ നല്ലൊരു സംഖ്യ നമ്മുടെ കയ്യിൽ വേണം. ഈ 4 ദിവസം വേദന സഹിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ഉണ്ടായ കയ്യിൽ കാശ് വന്നിട്ട് നമ്മള് പോവുള്ളൂ. അതല്ലേ? ഓക്കെ. കാശ് വന്നപ്പോ ഞാൻ പറഞ്ഞു കാശ് എവിടുന്ന് വരും? അന്ന് യൂട്യൂബിൽ കിട്ടിയെന്ന ദിവസം ഞാൻ പറഞ്ഞത്. യൂട്യൂബിന്ന് കിട്ടിയ എന്തിനുള്ളത്? അത് കിട്ടിയ അല്ല, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പറ്റണതാച്ചെങ്കിൽ ഇതൊന്നും അതിന് ഞാൻ അങ്ങനെയല്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിത് ഒരാളേന്ന് ഒരു 10,000 റുപ്യ കടം മേടിച്ചാൽ അതിന്റെ പലിശ വരുള്ളൂ. ഇത് ഇരട്ടി നഷ്ടങ്ങൾ വരുമ്പോൾ പഠിക്കും. അപ്പൊ അത് പോട്ടെ. അപ്പോൾ അന്ന് രാത്രി ഞാൻ പറഞ്ഞു, ഞാൻ തൊടനാണ് പിന്നോട് എന്തുകൊണ്ട് വേദനയുണ്ട് ചോദിച്ചു. ഞാൻ ഇങ്ങനെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ അപ്പം ചോദിക്കും. പിന്നെ എനിക്ക് ഈ വേദനയുണ്ട് തന്നു. പിന്നെ ഡോക്ടറെ പോയിട്ട് ഡോക്ടർ ചോദിച്ചു എത്ര ദിവസം ഈ വേദന തുടങ്ങിയപ്പോൾ ഞാൻ ഒരാഴ്ച പറഞ്ഞിട്ട്. അല്ല, തലേ ദിവസമാണ് വേദനയുടെ കാര്യം തൊടണതും കണ്ടത്. എപ്പോഴാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പൊ ഒരാഴ്ചയായിട്ട് അപ്പൊ ഇതിന്റെ മുന്നേ ഉള്ള അനുഭവം ശരിക്കും അറിയാവുന്ന കക്ഷിയാണ്. എന്നാലും ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ദേഷ്യത്തിലാട്ടോ, സത്യം പറയാലോ. പല കാര്യം കൊണ്ട് ഞാൻ തല്ലുണ്ടാക്കി, പല കാര്യങ്ങളും. എന്നോട് ദേഷ്യം, കുളിക്കോട് ദേഷ്യം, ഒരു കാര്യത്തിലല്ല പല കാര്യം. ഞാൻ ദേഷ്യപ്പെടുന്ന എന്തിനാന്നുള്ളത് എനിക്കറിയാം. സത്യസന്ധമായിട്ടുള്ള കാര്യത്തിന് മാത്രമേ ദേഷ്യപ്പെടാറ്. ഞാൻ അതിന് ഇതാക്കാറില്ല. സത്യസന്ധമായിട്ട് നമ്മൾ എന്ത് ദേഷ്യപ്പെട്ടാലും പിടിച്ചാൽ ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കണോടത്തൊന്നുമല്ല നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ വെറുതെ ദേഷ്യം വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് നമ്മളെ ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന നിമിഷത്തിൽ നമുക്ക് ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വന്നു പോയി പിന്നെ ഉരുകിയിട്ടിരിക്കുന്ന ഏത് തരത്തില് ദേഷ്യപ്പെട്ടാലും സന്തോഷപ്പെട്ടാലും വരും. ശരി, അതിനായിട്ട് എന്നോട് പിണങ്ങിയിട്ട് 2 മൂസി ഇരുന്നേന്ന്. ആ പിണങ്ങിയിരിക്കുമ്പോ ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും വന്നു പോയാ നിങ്ങൾക്ക് ലൈഫ് ലോകം സമാധാനം ഉണ്ടാവും. സത്യം പറയണം, നോണ പറയരുത്.
അതുണ്ടാവില്ല പറഞ്ഞിട്ടില്ല. അല്ല അതുണ്ടാവില്ല. ഇത് നമ്മള് ഹോസ്പിറ്റലിൽ പോവാൻ ഒരാഴ്ച യൂട്യൂബില് വീഡിയോ ഇരുന്ന് തല്ലൂടാനല്ല. ഇതാ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയൂ സത്യത്തിന്? ഇല്ല. ഇപ്പൊ ഒന്നാമത്തെ ഒരാഴ്ചയായിട്ട് ഭയങ്കര ദേഷ്യക്കാരൻ. പിന്നെ ഈ ആഴ്ചയോട് നമ്മൾ എന്താ പറയാ, സ്നേഹിച്ചോണ്ടിരിക്കുന്ന ആളോടാണെങ്കിൽ എന്തെങ്കിലും പറയട്ടോ, ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇത് ഇവര് പറയണ കാര്യം വെച്ചിട്ടുണ്ടോ, താടി വളർന്നോണ്ട് എനിക്ക് ദേഷ്യം കൂടുകയെന്ന്. താടിയായിട്ട് എനിക്ക് പറഞ്ഞ നല്ല മൊത്തത്തിലുള്ള ചർച്ചയാണ് ഇപ്പൊ. ചർച്ചിട്ടവരുടെ പേര് ധൈര്യക്കുറവ്. അല്ല അത് ചിലപ്പോ അതായത് മോദിക്ക് നോക്കുമ്പോ ഭയങ്കര ക്രൂരനായിട്ട് തോന്നുന്നു. അച്ഛനെ താടി വെച്ചിട്ട് പോകുമ്പോ ഗുണ്ടകളിലെന്തി തോന്നുന്നു, പേടിയ മാത്രം അച്ഛനെ. അച്ഛപ്പ ഗുണ്ടകളിലെന്തി തന്നെയാണ് ഇപ്പത്തെ സ്വഭാവം. കുറച്ച് ചേട്ട ഗുണ്ട. നിബിന്റെ കളി ഗെയിമില് കളിച്ചോണ്ടിരിക്കുന്നു, ബിഗ് ബോസിലെ നിബിന്റെ. നമ്മൾ ചില കാര്യങ്ങളെ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ എനിക്കത് ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞല്ലോ അനീഷിനെയായിരുന്നു. എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു അനീഷ്. എനിക്ക് ആ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഏറ്റവും, അതായത് ഞാൻ കുറച്ച് മുന്നിടേറ്റ് കുറച്ച് ഓണം കൂടുതൽ കണ്ടല്ല, ഏറ്റവും ശാന്തത ആയിട്ടുള്ള ആ പ്രതികരിക്കാൻ തോന്നണ നേരത്താണ് ആളിങ്ങനെ വെറുതെ ഇങ്ങനെ ലാത്തണത്. അതായത് ആ ക്ഷമോടക്കനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്ന് മനസ്സിലാക്കി മനസ്സിലാവില്ല. അതാണ് സത്യം. അപ്പൊ എനിക്ക് സത്യം എനിക്ക് അനീഷിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങില്. എനിക്ക് ഒരു മാസത്തോളം 1.5 മാസം എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വിന്നർ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ബിഗ് ബോസിലെ ഒരു വിന്നറിന്റെ സ്ഥാനത്തേക്ക് എനിക്ക് 3 തന്നെയാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഷാനവാസ്, ഒന്ന് അനീഷ്, അനുമോള്. ഈ ഒരു 3 വ്യക്തികളെയാണ് എനിക്ക് ബിഗ് ബോസ് ഒരു വിന്നറായിട്ട് വരുമ്പോൾ ചിലപ്പോൾ പലർക്കും പല അനിഷ്ടങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷേ ബിഗ് ബോസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. വേറെ ഒന്നല്ല, ഒരു പച്ചമുളക് പൊട്ടിച്ച് കണ്ണിൽ തേമ്പി എന്നുള്ളൊരു പേരിലാണ് നമ്മുടെ രഞ്ജിത്തിനെ അന്ന് ബിഗ് ബോസിന് പുറത്താക്കിയത്. എനിക്ക് പ്രത്യേകിച്ച് അയാളാരുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അയാളോടൊരു ആരാധനയും ഇല്ല. പക്ഷെ അന്ന് പുറത്താക്കിയത്. പക്ഷെ ഷാനവാസിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോലും ഷാനവാസിനോട് കുറ്റമുണ്ടോയെന്ന് നിവിനെ ഒരു കാര്യം ചോദിച്ചില്ല. പിന്നെ ആര്യനോട് പ്രത്യേകിച്ച് ഒരു ആരാധനയോ കാര്യങ്ങളില്ലെങ്കിലും പക്ഷെ ആര്യനെ പുറത്താക്കിയത് ശരിയായില്ല. എന്താ വെച്ചാൽ ആര്യൻ ഗെയിമിൽ അടിപൊളിയായിട്ടായിരുന്നു ഗെയിം കളിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ബിഗ് ബോസിൽ ഗെയിമാണ് നോക്കണ വെച്ചാൽ അതിലെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് ചെറുതായിട്ട് അവിടെ ഇവിടെ ചെറുതായിട്ട് ചേഞ്ച് മാറിയായിരുന്നു. അത് പുറത്തേക്ക് വന്നിട്ടില്ല. അത് പുറത്തേക്ക് അവർ കൊടുന്നില്ല, ബിഗ് ബോസ് കൊടുന്നില്ല. അത് വേറെ കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതില് അതായത് നൂറ അതിലൊരു കാര്യം പറയണ്ടേ, 24-ാം തീയതി 25-ാം തീയതി ഒരു എപ്പിസോഡിൽ പറയണ്ടേ നൂറ സ്ഥലം നോക്കിട്ട് പോണതാ. അപ്പം നൂറയിൽ പറയുന്നുണ്ട് ആരും വയറിൻ്റെ അടയ്ക്ക് നോക്കിയെന്നോ അത് കഴിഞ്ഞിട്ട് അവൻ ചുണ്ടുകൊണ്ട് എന്തൊരു ആക്ഷൻ കാണിച്ചെന്നോ ഇത് പറഞ്ഞെങ്കിലും ഇത് ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചില്ല. അല്ലാത്ത എല്ലാം പൊളിച്ചത് എടുത്ത് ചോദിക്കുന്നതാണ്. ഒരാഴ്ചയിൽ എന്ത് പൊളിച്ച കാര്യം ഉണ്ടെങ്കിലും അതിൽ ലാലേട്ടൻ വന്നിട്ട് ചർച്ചയിലിടുന്ന കാര്യത്തിൽ ഈ ഒരു കാര്യം ചർച്ചയിലിട്ടില്ല. ഇതൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിലും ഇതേവർ സംസാരിക്കുന്നത് എന്തായാലും വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് അവർ സംസാരിക്കാത്തതിൻ്റെ കാരണം അനുമോൾ അപ്പോൾ പണ്ട് പറഞ്ഞത് ശരിയാവുമെന്ന് വെച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. അനുമോൾ പിന്നെ അന്ന് ലാലേട്ടൻ അത്രയും ഷൗട്ട് ചെയ്തിട്ടുള്ളൂ. അവള് നിൽപ്പുന്നാൾ മാറിയിട്ടില്ല. ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു വാക്കെന്ന് അവള് മാറിയിട്ടില്ല. അവള് പഠിച്ച കറക്റ്റ് ഇതിൽ തന്നെയാണ്, അവള് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നത്. ബിഗ് ബോസിന്റെ വഴിക്ക് പോക്കോട്ടെ. അതെല്ലാരും പറയണ്ടല്ലോ, എല്ലാവരും യൂട്യൂബിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കിയിട്ടൊന്നുമല്ല. അക്ബർ നല്ലൊരു ഗെയിമർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ മോശമായിട്ടാണ് അക്ബറിന്റെ ഗെയിം പോണത്. വളരെ മോശം. കുഴപ്പമില്ലാണ്ട് പോയെന്താ അക്ബർ വളരെ വൃത്തിയായിട്ട ഗെയിം. അല്ല, ഓരോരുത്തർ സമയദോഷം എന്ത് പറഞ്ഞാലും കിരീടിക്കണ സ്വഭാവമായിട്ട് മാറി അല്ലേ? തല്ല് വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു
പോലെ എനിക്ക് തോന്നി. നിവിൻ്റെ ഗെയിമും ഭയങ്കര മോശമായിട്ട് വൃത്തിയായിട്ടൊരു ഗെയിമാണ്. നിവിൻ എന്നിട്ട് എന്തുകൊണ്ടാണ് അതിൽ വെച്ച് പൊറപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയ തണ്ടിത്തരം ചെയ്തിട്ട് പോലും ഒരു പെണ്ണിനോട് ചെയ്യാവുന്നതിന് പരമാവധി തണ്ടിത്തരം അവൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടും അവനതിന്ന് എനക്കിയിട്ടില്ല. എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഷാനവാസിന് ഇങ്ങനെ ചെയ്തു. എന്നിട്ടും ആ രഞ്ജിത് സാറൊന്നും അളവ് തേച്ച് തന്നെ രഞ്ജിത് സാറിൻ്റെ അടുത്തത് പുറത്തേക്ക് ഇട്ടതാ. അപ്പോൾ ഇതെന്താണ്ടാണെന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളിപ്പോൾ ഈ കാണുന്ന ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കളിയിലാണ് ഇങ്ങനൊരു കേസ് എന്തായാലും വരില്ല. ഇങ്ങനൊരു കേസ് നൂറ പറഞ്ഞിട്ട് പോലും അതൊരു കാര്യത്തിന് ചോദിക്കാനോ അതിനെ പറ്റിയിട്ട് ഇതൊന്നുമില്ല. ഇത്രയും ക്യാമറയുടെ ഇടയിൽ അത് പെട്ടിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. ബിഗ് ബോസിന്റെ വഴിക്ക് പോക്കോട്ടെ. അതുകൊണ്ടല്ല ചേട്ടാ, നമുക്ക് പറയാലോ. എനിക്ക് വിന്നർ ആരായാലും എനിക്കൊന്നുമില്ല. എന്നാലും എന്റെ ഒരു അഭിപ്രായത്തില് ഏറ്റവും ഇഷ്ടം ഗെയിമിലൊന്നും അനീഷ അത്ര പോരാ. എന്നാലും ഗെയിമാ നോക്കണ വെച്ചാൽ ആരും പോകാൻ പാടില്ലല്ലോ. ബിഗ് ബോസ് ഗെയിമാണ് നോക്കണ വെച്ചാൽ ആരും പോകാൻ പാടില്ല. ആര്യനാണ് സെക്കൻഡ് സ്ഥാനത്ത് ഗെയിമിൽ നിൽക്കുന്നത്. ആര്യന് നൂറാണ് ഗെയിം കളിക്കാൻ മിടുക്കന്മാരായിട്ട് നിൽക്കുന്നത്. വേറെ ആരും അത്രയ്ക്ക് മിടുക്ക് ഇല്ല. അപ്പൊ നമ്മള് ഗെയിമിന്റെ വശത്തേക്ക് പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഗെയിമിലാണ് വിജയിനെ കണ്ടെത്തുന്നില്ലല്ലോ. എല്ലാം കൊണ്ടും രണ്ടാളാണ് പറയണത്. വാക്കോ തെറികളോ ഒന്നും പറഞ്ഞില്ല. അത് വിരല് പിടിക്ക്. എന്റെ മനസ്സാണ് എന്റെ മനസ്സ് നൂറയാണ്. അതിപ്പോ നൂറേനെ കൊടുത്ത് അല്ല, ഇത് അനീഷ നമ്മൾ ഇത്ര നാളെ നൂറയുടെ പേരെ പറഞ്ഞ 3 പേരെ പോണ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മളെ ഈ 3 ആളെന്നല്ല പറഞ്ഞിരിക്കണത്. നൂറേനെ പറഞ്ഞിട്ടില്ല. നമ്മള് പറഞ്ഞോടത്തൊന്നല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഇപ്പൊ പറഞ്ഞത് ഈ 3 ആളുടെ പേരെ. പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് അതിൽ നൂറിൽ കിട്ടാൻ പോണ കാര്യം ഞാൻ പറഞ്ഞത്. നേരത്തെ നൂറയുടെ പേര് പറഞ്ഞത് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നൂറിക്ക് കിട്ടണ ആഗ്രഹമുള്ളത് അല്ല. അനീഷ, അനുമോള്, ഷാനവാസ് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇതില് കിട്ടാൻ പോണ അങ്ങനെ പോട്ടെ. നൂറേനെ വിട്. ഈ 3 ആളെയാണ് നമ്മൾ കിട്ടുന്നത് ആഗ്രഹിക്കുന്നത്. നൂറോടും അതിനോട് ഒരു വിഷമമില്ല. സാബുമോൻ എന്ന് പറഞ്ഞപ്പോ ഇടയിൽ കയറി വന്നൊരു 100 ദിവസം എന്നോട് തികയ്ക്കുന്ന ആൾക്കാണല്ലോ വിന്നറാവണ്ടല്ലോ. ഇടയിൽ കയറി വന്ന ഒരാള് വിന്നറാവും. എനിക്കറിയില്ല. 100 ദിവസം ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് ഒരാളാണ് വിന്നർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ സാബുമോനെ നമുക്കായിരിക്കും ഇതാക്കണം. സാബുമോനോടും പ്രത്യേകിച്ച് ഒരു വെറുപ്പോ കാരണമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയത് നല്ല കുറേ എല്ലാം സത്യസന്ധമായിട്ടുള്ള എല്ലാ ഗെയിം കളിക്കാൻ പറ്റും. പക്ഷേ പിന്നെയെങ്കിലും കുറച്ച് സത്യസന്ധതയായിട്ട് തോന്നിയത് ഇവർ തന്നെയാണ്. പക്ഷെ അനീഷിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അനാവശ്യമായിട്ടുള്ള തെറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വൃത്തിയായിട്ട് വാക്കുകളോ ഒന്നും യൂസ് ചെയ്യാൻ കുട്ടികൾ കാണുന്ന ഒരു ഷോ എന്നുള്ള നിലയ്ക്ക് മോശമായിട്ടുള്ളൊരു വാക്കോ കാര്യങ്ങളോ ഇതുവരെ അനീഷ് യൂസ് ചെയ്തിട്ട്. പിന്നെ അനുമോളെന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒന്നാമത്തെ പിന്നെ മാത്രമല്ല സാധാരണക്കാരിയാണെങ്കിൽ പോലും അതല്ല അവള് പിണങ്ങിയാലും പിടിച്ചാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനും. ഇപ്പോൾ ഒരു ആഴ്ചയിൽ എന്തെങ്കിലും ഒരു വീക്കെൻഡിൽ മേക്കപ്പിന്റെ ഒരു കാര്യം എല്ലാവർക്കും ചെയ്തു കൊടുക്കാനും ഓടി നടന്ന് വെറുപ്പില്ല. എല്ലാവരോടും മനസ്സ് ദേഷ്യമില്ലാണ്ട് ചെയ്തു കൊടുക്കുന്നത്. കല്യാണം കഴിക്കോ? വേറെ ലെവലാവും. സീനി പോലെ അതിനേക്കാൾ ഉപരി ചിലപ്പോ ഒരു പക്ഷെ ഇവർ വേറെ ലെവലിലേക്ക് എത്തും. രണ്ട് ധ്രുവങ്ങളിലുള്ള അതല്ല അനീഷ് പേടി എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് മാരേജാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവൻ ഒരു മാരേജ് സെക്കൻഡ് മാരേജിലേക്കാണ് അനീഷ് വേണ്ടത്. ഫസ്റ്റ് മാരേജിന്റെ ദിവസമാണല്ലോ അനീഷ് അങ്ങനെ എന്തല്ലേ പറഞ്ഞു കേട്ടത്. അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ ബിഗ് ബോസ് ആദ്യത്തെ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു. കുഴപ്പമില്ലാത്ത ഒരാൾക്കാരെ കുറച്ച് ഇംഗ്ലീഷിലെ തെറികളൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് മനസ്സിലാവും. കുഴപ്പമില്ലാണ്ട് പോയി. പിന്നത്തെ ബിഗ് ബോസുകളൊന്നും എനിക്ക് അത്രയ്ക്ക് ഒരു അഡിക്റ്റ് ആയിട്ട് ഞാൻ ഇരുന്ന് കണ്ടിട്ടില്ല. അഡിക്റ്റ് അല്ലായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഒട്ടും അഡിക്റ്റ് അല്ലായിരുന്നു. കഴിഞ്ഞ ഷോ ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടില്ല. വസ്ത്രമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യത്തെ ആൾക്കാരെ പിന്നെ ഒന്ന് ഇഷ്ടം തോന്നി. എല്ലാവരോടും ഇഷ്ടം. ഇപ്പം നിവിന് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ നിവി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു ജാതി ചൊറിഞ്ഞ സ്വഭാവം, അതാണ് ഇഷ്ടം കുറഞ്ഞത്. അല്ലെങ്കിൽ നിവിൻ്റെ തമാശ കാലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്.
അല്ല പിന്നെ എന്താണ് അല്ല പിന്നെ അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെയാണ്, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു വയസ്സേര് ഭയങ്കര ഒരു വൃത്തിയുടെ മോശമായിട്ടുള്ള അക്ബറിൻ്റെ ആയാലും ഷാനവാസായാലും ആര്യനായാലും ഈ ഷാനവാസ് അല്ല അക്ബർ, നിവിൻ, ആര്യൻ, ഈ പോയി അല്ല 3 ക്യാപ്റ്റൻ. ആര് കുഴപ്പമില്ലാണ്ട് പോയിരുന്നു, നല്ല ഗെയിമറായിട്ട് അടിപൊളിയായിട്ട് പോയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവരുടെ ഇടയിൽ വന്ന പെട്ടോളൂ ആ ചെക്കനും ആകെ ഇടയിൽ അങ്ങനെ. അല്ല ഞാൻ ആദ്യം വിചാരിച്ച ആര് നിൽക്കുകയാണെങ്കിൽ അവനാവും വിന്നർ എന്നിട്ടോ. ആര്യനെ എനിക്ക് തോന്നുന്നു ആര്യ കുറേ ഏറെയൊക്കെ ഗെയിം കളിക്കാനെല്ലാം കൊണ്ടും നല്ല ആക്റ്റീവായിട്ട് ഇടയിൽ ഡള്ളായിട്ട് പോയിട്ടില്ല. പക്ഷെ അതിൽ പലരും ഇപ്പോൾ അക്ബറൊക്കെ ചില സമയത്ത് ഇരിക്കുന്ന എന്തിനോ വേണ്ടി ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട്. പലരും അതിൽ പകുതിക്ക് വെച്ചിട്ട് പിന്നെ പറഞ്ഞാൽ ഫുഡിൻ്റെ കുറവുകൊണ്ട് എന്തുകൊണ്ട് ഡള്ളാവണുണ്ട് പലരും. പഴയൊക്കെ ആര് ഡള്ളായിട്ടേ ഇല്ലേ എപ്പോഴും. ഇത്രയും ദിവസത്തിൽ അനീഷ് ഒരു ദിവസം മാത്രമാണ് അന്ന് തല്ലുണ്ടാക്കിയ കാരണമാണ് സുപ്രഭാതം ബിഗ് ബോസ് ഒരു ദിവസം പറഞ്ഞില്ലേ. അല്ല എനിക്ക് സാധാരണക്കാരനായതുകൊണ്ടായിരിക്കും നമുക്ക് അവനോട് 10-15 ദിവസം അല്ല 10 ദിവസം കാണാത്തുള്ളൂ അല്ലേ. 20 ദിവസമൊന്നുമില്ല, എന്നാലും നമ്മളെ ബാക്ക് പിന്നെ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ ഇരുന്ന് കാണാൻ ഫോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി, അപ്പൊ അതൊന്നും എടുത്ത് കയറ്റി വെച്ചാട്ടാ. അത് കാണാൻ കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് അങ്ങനെ. അപ്പൊ അത് ബിഗ് ബോസിന്റെ വഴിക്ക് പോയി. നമ്മളെ അഭിപ്രായം പറഞ്ഞത് ഇതൊരു ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ല. അതൊക്കെ നമ്മുടെ പോലെ തന്നെ ആവണമെന്നില്ലല്ലോ എല്ലാവരും. ആരേനും കുറ്റം പറഞ്ഞിട്ടില്ല, നമ്മൾ ആരേനും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ കമന്റ് വന്നാണ് കേട്ടാ അമ്മ ഡയറ്റിംഗ് ഒക്കെ നിർത്തിയെന്ന്. അപ്പൊ ഡയറ്റിംഗ് ഒന്നും നേരെ പോലെ നടക്കണില്ല, കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പൊ ഡയറ്റിംഗ് നിർത്തിയാലും എനിക്ക് സത്യമാണ് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ബ്ലഡ് ഇല്ല, ഭയങ്കര ഇപ്പൊ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പൊ എനിക്ക് ബ്ലഡ് ഇല്ലായ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡയറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്ന ശരിയാവില്ല. അപ്പോൾ കുറച്ച് ഡയറ്റിങ് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഓവർ ഫുഡ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഒരു പകുതി ദോശ ഇപ്പൊ ഒരു 10 ചായ വിത്തൗട്ട് ചായ കുടിച്ചു. ഇതന്നെ 2 ദോശ, അതിനായിട്ട് 2 ദോശ, ഒരു പഴം പകുതി പഴത്തിന്റെ 2 ചായ അല്ലേ. 2 ചായ. ഞാന് സമയം ഇപ്പൊ ഏകദേശം ഒരു 4 മണി. ഇതിന് 4 മണിക്ക് അതിൻ്റെ ഉള്ളിൽ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കാനായിട്ട്. ട്യൂഷൻ ഉണ്ടാകുമ്പോൾ മാക്സ് ഇട്ട് വീട്ടിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് ചേർന്ന് പോയതാട്ടോ. അപ്പം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണിക്കുമ്പോഴേ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളിക്കുക, ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മളെ ഏജ് തോന്നിക്കും. നമ്മളെ തടി കുറയ്ക്കണതൊക്കെ ഭംഗിയാണ്, നമ്മളെ കാണുമ്പോൾ നല്ല ഷോ ചെയ്യാനൊക്കെ സത്യമാണ്. പക്ഷെ നമ്മളെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, ബലമില്ലായ്മ, എനിക്ക് നിൽക്കാൻ പറ്റാതൊക്കെ ആണെങ്കിൽ നമ്മളെവിടെയെങ്കിലൊക്കെ എന്നിട്ട് എനിക്ക് നടക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് പതിനെട്ട് കൈ പിടിച്ചിട്ട് അതൊന്നും നിന്നോട്ടാ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡയറ്റിങ് കാര്യങ്ങളും എനിക്ക് നടക്കാനുള്ള അവധും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് അല്ലെങ്കിലും ഭക്ഷണം അന്നൊന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അന്ന് ഈ പറഞ്ഞ മാതിരി നമ്മളൊന്നും കഴിച്ചിരുന്നില്ല അല്ലേ. ഒന്നും കഴിച്ചില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാലൊക്കെ എനിക്ക് എൻ്റെ ശരീരം നല്ല തടിയുണ്ട്, പക്ഷെ എൻ്റെ കാലും കയ്യൊന്നും അതിന് എൻ്റെ ഈ ശരീരത്തിനുള്ള വേണ്ട കാലോ കയ്യൂല. കാലിൻ്റെ മുട്ടിൻ്റെ കീപ്പിട്ടൊക്കെ ഭയങ്കര തടി കുറവ് എൻ്റെ. അപ്പോൾ നമ്മൾ ഈ തടി കുറയ്ക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ആദ്യം തടി കുറയുന്നത് കൈയും കാലൊക്കെയാണ്. അപ്പോൾ അത് വിലക്കുറവ് കാര്യങ്ങളൊക്കെ വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ സെറ്റായിട്ട് വരും. പിന്നെ എനിക്ക് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ പുരുകൊക്കെ അത് ഇങ്ങനെ വീണ പോലത്തെ ഫീൽ ചെയ്യുന്നു. ഏത് ഫോട്ടോ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഡയറ്റ് പക്ഷെ എനിക്ക് ഫാറ്റ് ലിവർ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി നടപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതിന് മാത്രം വറവും കാരണം തിന്നണില്ല. പോണില്ല അത്രയും ശരീരം ഇപ്പൊ വല്ലാണ്ട് തടി വെച്ചിട്ടൊന്നുമില്ല. അതും തന്നെ എന്നാലും മുഖത്തൊരു ഞാൻ എത്രയായിരുന്നു, ഞാന് 83 അല്ലേ. 83 ഇപ്പൊ കൊറേ ഇല്ല നമ്മള് നോക്കിയിട്ട് 2 മാസം. ഞാനൊരു ക്ഷീണ ഭയങ്കര ഞാനും ക്ഷീണ എനിക്കും ക്ഷീണ. അങ്ങനെ ഇനിയിപ്പോ നാളെ ഇന്നിപ്പോ പൊന്നും ഷെബിയും കാത്തും ഇന്ന് ഷൂട്ടിന് പോകും. നമ്മുടെ കാത്തുമ്പര ഷൂട്ട് നാളെ തൊട്ട് തുടങ്ങും എന്നാണ് പറയണത്. മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ തൊട്ട് നമ്മുടെ കാത്തുമ്മയുടെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ കാത്തുമ്മ ഫ്ലവർ ചാനൽ സിത്താര എന്ന് പറഞ്ഞ സീരിയലിൽ ഇവിടെ കാർത്ത് വരുന്നുണ്ട് കേട്ടോ. ചിന്നുകുട്ടിയായിട്ടാണ് വരുന്നത്. എന്താവോ എന്തോന്നൊന്നും അറിയില്ല ഈശ്വര.
ആളെന്തായാലും നല്ല സംസാരിക്കാനൊക്കെ ഓക്കെയാണ്. സംസാരിക്കാനും മാത്രമൊന്നുമില്ല, അഭിനയിക്കാനും കാത്തു അത് ചെയ്തൊരു തലറിക്കി ഇങ്ങനെ വർത്താനങ്ങൾ പറയാൻ ഞാനിന്നാള് എങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് കൊടുക്കല ട്യൂഷൻ കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിട്ട് വായ കാർത്തോണ്ട് വെയിറ്റ് ചെയ്യ് ചെരുപ്പിട് ഇന്നലെ അതാ പൊരിയുടെ പാത്രത്തിൽ കൈയിട്ടിട്ട് കുണിക്ക് പൊരി ചോദിച്ചോണ്ടിരിക്കുക. വെയിറ്റ് ചെയ്തെടുക്കണ്ടുള്ളത്, വെയിറ്റ് ചെയ്യേ ഇതെവിടുന്ന് അതൊക്കെ കിട്ടുന്നില്ല. അല്ല അപ്പ അടിച്ചു കാത്തു അമ്മൻ അപ്പ അടിച്ചു ഷാരില്ല പോട്ടെ ഷാരില്ല. അല്ല നല്ലൊരു നേരം പോക്കാണ്. എന്തായാലും പോയി കഴിഞ്ഞൊക്കെ ഒന്ന് കുറച്ച് ദിവസമൊക്കെ അവരവിടെ നിൽക്കേണ്ടി വരും. മാസത്തില് 15 ഷൂട്ടൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പൊ കാത്തുമ്മ കൂടുതൽ എറണാകുളത്താവാനാണ് ഇനി സാധ്യത അല്ലേ. നമ്മളും പറഞ്ഞാലേ നമുക്കും ഒന്നിനും നമുക്ക് നേരെ രാവിലെ എനിക്ക് വീട്ടിലെ പണികൊണ്ട് വരിക, പിള്ളേരെ സ്കൂളിലാക്കുക, അത് വരിക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ലൈഫ് എങ്ങോട്ടാണ് ഈ പോണേന്ന് ഒരു പിടുത്തില്ല. അതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കാൻ കൊടുക്കണമെന്ന് വെച്ചാൽ അതും നടക്കാൻ പറ്റിയില്ല. എന്താ നടക്കാൻ പറ്റാത്ത? എന്താ പാസ്പോർട്ട് പൊന്തണില്ല അവിടുന്ന്? എന്താ പൊക്കാത്ത? എവിടെ ഇരിക്കണ്? അതൊക്കെ എവിടെ ഇരിക്കണ്? വണ്ടിയിലായിരുന്നു. അപ്പൊ എവിടെയാണോ? എവിടെയുണ്ട്. അപ്പൊ അതൊന്ന് പുതുക്കാൻ കൊടുക്കണം. പുതുക്കണല്ലേ? പുതുക്കണം. അതിന്റെ മുന്നേ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ മുന്നേ എന്താ കാര്യമുള്ള? എനിക്ക് ആ സ്ഥലം വിറ്റിട്ട് കുറച്ച് കടങ്ങളുണ്ട്, അത് വീട്ടണം. എന്നിട്ട് ഞാൻ അപ്പൊ സ്ഥലത്തിന് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാട്ടോ. നമ്മുടെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ നമ്മുടെ എസ്റ്റേറ്റ് പേരിലുണ്ട്. 6 ഏക്കേഴ്സ് ഉണ്ടോ? അത്ര തന്നെ 6 ഏക്കേഴ്സിന്റെ സ്ഥലമാണ് കേട്ടുള്ളത്. ഒരു വീട് പണിയാൻ പറ്റിയ സ്ഥലം. ഇപ്പൊ പൊന്നും 6 ഏക്കേഴ്സിന്റെ തന്നെ പൊന്നും എടുത്തിട്ടുണ്ടല്ലോ. ബാക്കിൽ 7 ഉണ്ട്. അത്ര എന്നാലും അതിൽ തന്നെ ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ. താല്പര്യമുള്ളവര് നിങ്ങളെന്ന് ഒരു ചാൻസിൽ വിൽക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വിൽക്കണില്ല എന്നുള്ള തീരുമാനത്തിൽ വന്നതായിരുന്നു. പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു എനിക്ക് എന്തെങ്കിലും ഒരു ഗ്രിപ്പ് വേണം. അപ്പോൾ സ്ഥലം വിറ്റ് കുറച്ച്, അതായത് ആരും ഇവരോട് വന്നിട്ട് ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ, എന്താ കാശ് തരാഞ്ഞ് ആള് പോയില്ലോ എന്നൊക്കെ ചോദിക്കാൻ പാടില്ല. ഞാൻ പോയാലേ ഗൾഫിലേന്നൊന്നും ഞാൻ പറയില്ല. എന്നോട് ഞാൻ നാട് വിട്ട് പോവാണ്, ഒരു ദിവസം ഉറങ്ങി എണിച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിൽ നോക്കണ്ട, കാർ കൊണ്ടുപോകും. എനിക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങാനാണോ? അല്ല, എനിക്ക് ജോലി ചെയ്താലും ചിലപ്പോ എനിക്ക് കുറച്ച് ദിവസം, ഞാൻ ഇപ്പൊ ഒരു 8-9 വർഷമായിട്ട് ഒരു സത്യസന്ധമായിട്ട് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങല്ലായിരുന്നു. അപ്പൊ ഉറക്കെങ്കിലും ശരിയാവണ്ട എനിക്ക്. എന്ത് പണിക്ക് പോയാലും കാറുണ്ടോ? അല്ല, ഞാൻ ജോലിക്ക് പോവല്ലേ? എവിടേക്ക് പോ? അല്ല, ഗൾഫിലേക്ക് പോകാത്ത കാറും ഞാൻ കൊണ്ടുപോകില്ല. എയർപോർട്ടിലുണ്ട് കൊറേ കടമ്പകൾ. കരയോന്ന് ചോദിച്ചാൽ അല്ല പോവാനേ രണ്ട് മനസ്സായിട്ട്. ഇപ്പൊ ഉണ്ണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ എനിക്ക് പോയാലൊരു ജോലി ചെയ്യാൻ നമുക്കൊരു അന്യനാട്ടിൽ പോയിട്ട് ചിരിക്കാൻ പറ്റും, കര എനിക്കും പറ്റും. കരയാനാണ് ഇപ്പൊ എളുപ്പം, ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കണം. പെട്ടെന്ന് കരയാൻ തോന്നുന്നു വെച്ചെങ്കിൽ ഇപ്പൊ നിവിൻ നാളിപ്പോ കരഞ്ഞത് അഭിനയിച്ച് കരഞ്ഞതാണ്. അതല്ല, ഞാൻ ഭയങ്കരമായിട്ട് അല്ല, കൊറേ ഉണ്ണിയുടെ അവസ്ഥ നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുമ്പോൾ എനിക്ക് പോവാൻ തോന്നുന്നു. വല്ല നമ്മളൊരു അന്യനാട്ടിൽ പോയാൽ നമുക്ക് അറിയണം, തൊഴില് ഡ്രൈവിംഗ് അല്ലേ, അപ്പൊ അതിനൊരു സമാധാനം നോക്കണ്ടേട്ടാ. പോവാൻ പറ്റിയെങ്കിൽ പോവാ. അന്നോണ്ട് അനിയനോട് ഞാൻ പണ്ട് അവിടെ പോയിട്ടൊരു വിസ സെറ്റ് ആക്കുകയാണെങ്കിൽ, അല്ലാണ്ട് വേറെ നാട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ല, റാസഗൈമയിലേക്ക് പോകാൻ ഇഷ്ടമുള്ളൂ. വേറെ ദുബായോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമില്ല. എൻ്റെ റാസഗൈമാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. ബാക്കി എവിടേക്കും പോകാൻ എൻ്റെ ചിലപ്പോൾ കുറേ ആൾക്കാർ ചില പോകുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചേച്ചി ഇവിടെ ഡ്രൈവർ വിസൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിന് റാസഗൈമ മാത്രമായിട്ട് പോവുള്ളൂ. അതിന് പുറത്തേക്ക് വേറെ നാട്ടിൽ പോകുമ്പോൾ അതിനെ അറിയില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് 10 എത്ര വർഷം ഉണ്ടായിരുന്നു? 20 വർഷം ഉണ്ടായില്ലോ. 20 വർഷത്തോളം റാസഗൈമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും റാസഗൈമയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ഇഷ്ടം അന്വേഷണില്ല. അപ്പൊ ഇഷ്ടമെന്നല്ല, റാസഗൈമയില് വണ്ടി ഓടിച്ചിട്ട് അപ്പുറത്തെ ഒരു വലിയ തിരക്കും ബഹളമൊന്നുമില്ല. ദുബായിലൊക്കെ ഓടിക്കുമ്പോ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും, അവിടെ ഒന്നും വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല.
വണ്ടി ഓടിക്കാൻ നമുക്കൊരു ഇത് വേണ്ടേ? എന്ത് വേണ്ടേ? ലൈസൻസ് ആണ്. ലൈസൻസ് ഉണ്ട്, അതിനിപ്പോ അവിടെ പോയിട്ട് പുതുക്കാനൊക്കെ പറ്റണം. ഇപ്പൊ എത്ര കൊല്ലായി പുതുക്കാനൊക്കെ പറ്റുമോ? എല്ലാം പറ്റൂലേ? എല്ലാം എന്തിനാണ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പോവാതെ അവിടെ നിന്നിന്റെ കഷ്ടകാല ഹോട്ടല് തുടങ്ങിയ മുതൽ ഞാൻ കഷ്ടകാലത്തിന്റെ അങ്ങേതരാ. അല്ല, ഒരു മനുഷ്യന്റെ ഒരവസ്ഥ ഒരാവശ്യമില്ലാണ്ട് ചെയ്ത കാര്യം അത്. ഒരാവശ്യം ഒരു കടം പോലും ഇല്ലാത്തൊരു പെണ്ണ്. ഞങ്ങൾക്ക് ഒരുപാട് ബാങ്ക് ബാലൻസോ ഒരുപാട് സ്വർണ്ണോ കാര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, കടങ്ങൾ ഉണ്ടായിരുന്നില്ല, മനസ്സമാധാനമായിരുന്നു. അപ്പോൾ ഉണ്ടിരിക്കുന്ന നായർക്ക് അതൊന്നും പറയണ്ട. അത് അല്ല, അതൊരു പഴഞ്ചൊല്ലല്ലേ. ഉണ്ടിരിക്കുന്ന നായർക്ക് വിളിവൂരാന്ന് പറഞ്ഞിട്ടില്ല. അതേപോലത്തെ ഒരു അവസരപ്പെട്ട് ഒരു ഹോട്ടലിട്ടതാ. അതുമെന്ന് കിട്ടിയ എട്ടിന്റെ പണി. ഇപ്പൊ സമാധാനം, സന്തോഷം, സമൃദ്ധി. ഇപ്പൊ പലരും നമ്മുടെ കിട്ടെ നമുക്ക് എന്താ ഇത്രയും ബാധ്യത വന്ന എന്താ കാര്യമാണ്? ഞങ്ങൾക്ക് ബാധ്യത ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെ ലൈഫിൽ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. അന്യൻ്റെ ഒരു ജോലി മേൽ കുഞ്ഞിന് വയ്യാണ്ടായിട്ട് കുറേ ലക്ഷങ്ങൾ ചിലക്കും, പൊന്നിന് വയ്യാണ്ടായിട്ടും എനിക്കൊരു 10 ഓപ്പറേഷൻ്റെ ശരീരത്തിൽ കഴിയുമ്പോൾ അതൊക്കെ കയ്യിൽ കാശ് കൊടുത്തിട്ടല്ലേ, വെറുതെ തരല്ലോ, വെറുതെ ഒരു കീറ് പൊളിച്ചോണ്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമ്പാദിക്കണം മൊത്തം ഈ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലൈസിന് യാതൊരു ക്ഷാമമില്ല, ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബ്രസ്റ്റ് വേദനിച്ച് പോയി. അന്നും നമുക്ക് കഴിഞ്ഞ ഇങ്ങനെ പോയി 10,000 രൂപയുടെ അടുത്ത് അന്നും ചിലവായി. അതിൻ്റെ മുന്നത്തെ ആഴ്ച പോയിട്ട് നമുക്ക് എത്ര രൂപ ചിലവായി? 37,000 രൂപ അതിന് മുന്നത്തെ പ്രാവശ്യം. അല്ല, ഞങ്ങൾ ഇപ്പൊ കണക്ക് പറയല്ല കേട്ടാ. നമുക്ക് ഇപ്പോഴുള്ള ദൈവം തന്ന അസുഖം സാധാ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് ഒതുങ്ങണതല്ല. അതാണ് ഇപ്പൊ ഏറ്റവും ഞങ്ങള് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ അടുത്തുള്ള ഒരു സാധാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. ഞാൻ അതിൻ്റെ റിസൾട്ട് കൊണ്ട് പറഞ്ഞു, ഇവിടെ വേണ്ട ചേച്ചി, ഇത് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെയായിരിക്കും നല്ലതായിട്ട്. ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഈ ഹോസ്പിറ്റലില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അത് സർജറി അവരും ഒക്കെയാണ്, സർജറി ചെയ്ത് തരും. അത്ര കാര്യങ്ങൾ മറ്റുള്ള ചികിത്സയോട് ആര് സർജറി തരും? ഡോക്ടർ പറഞ്ഞതാണ് സർജറി ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞവിടെ. ആ ഡോക്ടർ എന്താ പറഞ്ഞ്? സർജറി എന്ന് വെച്ചെങ്കിൽ ബ്രസ്റ്റ് മൊത്തം എടുക്കണെങ്കിൽ അതാ പറഞ്ഞത്. നമ്മുടെ ആവശ്യം അതാണ് ആ ഡോക്ടർ പറഞ്ഞ്. അങ്ങനത്തെ ഒരു അസുഖമാണെങ്കിൽ അത് എടുക്കണമെങ്കിൽ ഡോക്ടർ എടുക്കാം, അത്രേ മാത്രമേ പറഞ്ഞിട്ട്. അല്ലാത്ത ഇത് അതായത് എന്റെ ബ്രസ്റ്റിന്റെ നല്ല ഉള്ളിലേക്കാണ് ഈ ഒരു മുഴ ഇരിക്കുന്നത്. അപ്പൊ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ബ്രസ്റ്റിൽ ഇപ്പൊ മൊത്തം ബാധിച്ച് തന്നെ ബ്രസ്റ്റ് മൊത്തം എടുത്ത് കളയാൻ വേണ്ട. അത് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും നമുക്ക് നടക്കും. പക്ഷെ ഇത് ഉള്ളിലേക്ക് ആകുമ്പോൾ ബ്രസ്റ്റ് എടുത്ത് കളയേണ്ട കാര്യം, നമുക്ക് ആ ഒരു മുഴ മാത്രം റിമൂവ് ചെയ്യണം. അത് ചെയ്യാനുള്ള സജ്ജീകരണം ഈ ഹോസ്പിറ്റലിൽ. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ സർജറി ചെയ്യാൻ പറ്റും. ആ സർജറി അത് പറയരുത്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഹോസ്പിറ്റലോട് സർജറി ചെയ്യാൻ പറ്റുന്നല്ല കാരണം അങ്ങനത്തെ സജ്ജീകരണം. അതായത് എന്റെ കേട്ടിട്ട് എന്റെ സർജറിക്ക് ഇവിടെ പറ്റില്ല. അടിയും കിട്ടി പറയുന്നതൊക്കെ കുറ്റം. അല്ല, ഒന്നും പറയാനും പറ്റില്ല. ആകെ ടെൻഷനായിട്ട് ആകെ കയ്യിൽ പോയി എടുക്കുക. കുറച്ച് ദിവസം അതിൻ്റെ ഇപ്പം ഈ മുഖം അതോടെ എനിക്കും വീഡിയോ എടുക്കാൻ ഒരു തോന്നുന്നത്. നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഓക്കെ ആവണം. ഇപ്പം ഞാൻ എന്നോട് പറയും വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ഓക്കെ ആണോ നോക്കണം. അതിനായിട്ടും 2-3 ദിവസമായിട്ട് ഭയങ്കര മൂകതയും കാര്യങ്ങളും ദേഷ്യം, എല്ലാവരോടും ദേഷ്യമായിരുന്നു. എല്ലാവരോടും പ്രാന്താണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പ്രാന്തായിട്ട് ആ മനുഷ്യന് പ്രാന്തായിട്ടാന്ന് പറയുന്നത്. ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എല്ലാവരോടും ഭയങ്കര ദേഷ്യം. എന്നോട്, പിള്ളേരോട്, പൊന്നിനോട്, ഷെബിയോട്, കാർത്തിനോട് എല്ലാവരോടും ദേഷ്യമായിരുന്നു. അങ്ങനെ ഇവിടെ ആരും മിണ്ടായിരുന്നില്ല അച്ഛനോട്. സത്യത്തിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആരും ഞങ്ങൾ എന്നോട് മിണ്ടാനോ അധികം കൂട്ടുകൂടാനോ ഞങ്ങൾ പോയിരുന്നില്ല കേട്ടോ. പുറത്താക്കിയിടോ നമുക്കിപ്പോ. ഇവരിങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നല്ലേ, പിന്നല്ലാണ്ട് ഇത്ര കഷ്ടമൊന്നുമില്ല ഏട്ടയ്ക്ക്. സത്യം ഞങ്ങളാരും എന്നോട് മിണ്ടായിരുന്നില്ല. അത് ആവശ്യത്തിന് എന്തെങ്കിലും സംസാരിക്കാന്നല്ലാണ്ട്. അതുകൊണ്ടാണ് ഈ ഒരാഴ്ച ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. സത്യത്തിൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പറയാനായിട്ടാ. എന്താണെന്നല്ല, ഭയങ്കര ദേഷ്യമായിരുന്നു, എല്ലാവരോടും ഭയങ്കര ദേഷ്യമായിരുന്നു. പിണക്കും ദേഷ്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തട്ടുത്തരം മാത്രമായിരുന്നു. നല്ല വാക്കൊന്നും വന്നില്ല. ശാന്ത മനുഷ്യന് ശാന്തതയായിട്ട് നടക്കുന്ന ആളാ. എന്നിട്ട് തട്ടുത്തരം പറഞ്ഞു വന്ന് സുപ്രഭാതം. എന്താ ചെയ്യാം? പുറം വേദന ഉണ്ട്, എല്ലാം വേദന ഉണ്ട്. ഇന്നിപ്പോ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. വേണ്ടാത്ത പണിക്ക് നിൽക്കും, ആവശ്യമുള്ള പണിക്കൊന്നുമില്ല. ഒരു പണി എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ അത് പെട്ടെന്ന് ചെയ്ത് തീർത്തു വരിക. എന്നിട്ട് അകത്തേക്ക് ഇരട്ടി പണിക്കിട്ട് തന്നു ചെയ്തു. അതിൻ്റെ താസിൻ്റെ മോള് കഴുകാൻ പോയതാ. ആ വെള്ളം മൊത്തം 2 അടുക്കളയിലായിരുന്നു.
ടെറസിന്റെ മുകളിൽ കഴുകാൻ പോയതല്ലോ ഷീറ്റിന്റെ മുകളിൽ മൊത്തം ഇല വന്നിരുന്നിട്ടേ ഇലയും ആ പാത്തി കൂടെ വെള്ളം പോണില്ല. അതൊക്കെ പണി താഴ്ത്തിക്കത് പോട്ടെ. ചൂടെടുത്ത് ഇങ്ങനെ ചത്ത ഭയങ്കര ചൂട്. അപ്പൊ നാളോട്ട് നമ്മൾ വീടെടുക്കാന്ന് വിചാരിക്കുക അല്ലേ ചേട്ടാ? അതെ. നിങ്ങളിപ്പോ ബിഗ് ബോസ് പറഞ്ഞ് വെറുപ്പിച്ചു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സ്ഥലം വിൽക്കാൻ കേട്ടോ. ഞാനത് വീണ്ടും പറയാണ്. സ്ഥലം 6 സെന്റ് സ്ഥലം ഉള്ളതാണ്. അപ്പൊ അത് ചെറിയൊരു സാഹചര്യത്തിൽ അത് കച്ചവടം ആയതായിരുന്നു. അത് പിന്നെ എന്തോ അവരുടെ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു ഇത് കാരണവശാൽ അത് ഒഴിഞ്ഞതാണ്. അപ്പൊ ഞങ്ങളിപ്പോ വീണ്ടും ഒരു കൊല്ലം വരെയില്ലേ, എല്ലാം നല്ലതിന്. അപ്പൊ വീണ്ടും നിങ്ങൾ ആ സ്ഥലം വിറ്റിട്ട് സമാധാനായിട്ട് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ വേറെയാണ്. എന്താ ചെയ്യാ? എന്താണ് ആഗ്രഹം? അല്ല, എനിക്ക് ചെറിയൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് എവിടെയെങ്കിലും തുടങ്ങിയിട്ട് സ്വസ്ഥമായിട്ടൊരു വീട്ടിലേക്ക് ഹോട്ടൽ വീണ്ടും മതിയായില്ല. ഇത്രയും കടബാധ്യത മിണ്ടരുതോ? അത് അല്ല കഷ്ടകാലം കൂടി പരീക്ഷിക്കാലോ. ചെറിയൊരു ദിവസം വീട്ടിലേക്ക് കിഡ്നി ഒക്കെ ഉണ്ടോ അത് ഏതോ ഇതില് പറഞ്ഞ മാതിരി കൊടംപുളി മാതിരി ഉണ്ടെന്നാ. കൊടംപുളി മാതിരി ഉണ്ട്. ഞാൻ ലിവർ കൊടംപുളി പോലെ ഇരിക്കുന്നത്. അപ്പൊ പോട്ടെ, പോയാലാ? അപ്പൊ ആർക്കേലും ആഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ 6 സെന്റ് മഹാലക്ഷ്മി സ്റ്റേഡിയിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് അതിൽ സ്ഥലത്തിന് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. നമ്മുടെ കുന്നംകുളമാണ് കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത്. ഈ സ്ഥലത്തുനിന്ന് കുന്നംകുളത്തേക്ക് 2 കിലോമീറ്റർ സിറ്റി. നമ്മുടെ സ്ഥലം പോർക്കുളത്താണ്. അതായത് കുന്നംകുളം സിറ്റിന്ന് 2 കിലോമീറ്റർ ആണ് നമ്മുടെ സ്ഥലത്തേക്കുള്ളത് കേട്ടോ. പിന്നെ ഹൈവേക്ക് ഒരു 5 മിനിറ്റ് നടക്കാൻ അല്ലേ? പിന്നെ ബസ് റൂട്ടിലേക്ക് നടക്കാനൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇല്ല. നോ. ബൈ.